ഹായ് മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ വരുന്ന ഓണപ്പരീക്ഷയുടെ തലേന്ന് പിറ്റേന്ന് നടക്കുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? പൊളിക്കും അല്ലേ? എക്സാം നിങ്ങൾ തകർത്ത് എഴുതൂലേ? ഇങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാനൊക്കെ SSLCക്ക് പഠിക്കുമ്പോൾ ഓണപ്പരീക്ഷയുടെ തലേന്ന് ഇത് ആലോചിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ജൂണിൽ എനിക്കൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. ഇനി പണ്ടത്തെ പോലെ അല്ല, ഇനി ഡെയിലി പഠിക്കുന്നൊക്കെ. പക്ഷെ ആ ആവേശമൊക്കെ ഒരു 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഓണപ്പരീക്ഷ എത്തുമ്പോൾ മുഴുവനായിട്ട് പഠിച്ചു തീർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തലേന്ന് ഇത് ആലോചിക്കാനല്ലേ പറ്റുള്ളൂ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന്. ആൻഡ് എനിക്കറിയാം ഒരുപാട് SSLC സ്റ്റുഡൻസ് ഏകദേശം ഇതേ അവസ്ഥയിലാണ്. ഇനി ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് എവിടുന്നെങ്കിലൊക്കെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അല്ലേ? അപ്പം നിങ്ങളും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും ഓണപ്പരീക്ഷ ഒന്ന് ഹാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ എന്നുള്ളത്. പക്ഷേ പറ്റുവടാ. അതായത് ഓണപ്പരീക്ഷ മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് എക്സാം ആയിട്ടുള്ള UPSC അടക്കം ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ്. 2-3 വർഷം മുമ്പ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരാളുടെ ഇൻ്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളിങ്ങനെ പറയുന്നുണ്ട്, ഒരാഴ്ച മുതൽ എനിക്കെന്താണ് ഒരാഴ്ച മുന്നേ അടുത്ത ആഴ്ച നടക്കുന്ന എക്സാമിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. UPSCക്ക് പറ്റുമെങ്കിലാണോ നിങ്ങളുടെ SSLC ഓണപ്പരീക്ഷ? ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം മക്കളെ. നിങ്ങളെടുത്ത് കഴിഞ്ഞ വർഷത്തെയും അതിൻ്റെ മുന്നത്തെ വർഷത്തെയും ഓണപ്പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ, അല്ലെ നിങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രെൻഡ് കാണാൻ പറ്റും. ഇത് നോക്കിക്കോ, 2023 5 മാർക്കിന് 23ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം. അതേപോലെ തന്നെ 2022 4 മാർക്കിന് 11ാമത് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചതും ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കടാ. ഒരേ ചോദ്യമാണ്, ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഈ നമ്പറുകളുടെ വ്യത്യാസം. ബാക്കിയൊക്കെ സെയിമാ. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്തുണ്ട്, ആവർത്തിച്ച് ഓണ എക്സാമിന് വരാറുണ്ട്. ഇനി ചില ചോദ്യങ്ങൾ പ്രത്യേക പാറ്റേണാ. ഒരു വർഷം ചോദിക്കും, അടുത്ത വർഷം ചോദിക്കൂല, പിറ്റേ വർഷം വീണ്ടും ചോദിക്കും. അങ്ങനെ എന്താണ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ, മാത്സിന്റെ കേസിൽ 108 മാർക്കിന് ചോദ്യം ചോദിക്കും, ഓപ്ഷനൽ അടക്കം 80 മാർക്കിന് നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ഇത് മാത്സിന്റെ കേസിൽ മാത്രമല്ല, ഫിസിക്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, എല്ലാ പരീക്ഷയ്ക്കും എന്താണ് നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാർ അതിനെന്താ ചെയ്യേണ്ടത്? അതായത് നിങ്ങളിത് ചെയ്തു തുടങ്ങണം ഒരാഴ്ച മുമ്പേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ഒക്കെ ചെയ്യണമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ടീം ഒരാഴ്ച മുമ്പേ എന്തുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ആദ്യ പരീക്ഷ ഇംഗ്ലീഷ് അല്ലടാ ചൊവ്വാഴ്ച, ആ ഇംഗ്ലീഷിൻ്റെ തലേന്ന് എന്ത് തരും, ആ ഇംഗ്ലീഷിന് ചോദിക്കാൻ പോകുന്ന പിറ്റേന്ന് ചോദിക്കാൻ പോകുന്ന മുഴുവൻ ചോദ്യങ്ങളും ഞങ്ങളുടെ ലൈവിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വിത്ത് ആൻസേഴ്സ് ഞങ്ങൾ പറഞ്ഞു തരും. ആൻഡ് ഇതെന്തല്ല, ഒരു 100 ചോദ്യം ചോദിച്ചിട്ട് അല്ലെ 100 ചോദ്യം ഡിസ്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് 20 ചോദ്യം വന്നു എന്നല്ല ഞങ്ങൾ പറയാൻ പോകുന്നത്. ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവാ 30-35 ചോദ്യങ്ങളായിരിക്കും. അതിൽ നിന്ന് 25 ചോദ്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് വന്നിരിക്കും. ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. ഒരൊറ്റ ഇത് റിക്വസ്റ്റ് മാത്രമേ എനിക്ക് നിങ്ങളോടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ചോദ്യങ്ങൾ ബിറ്റെടുത്തിട്ട് സ്കൂൾ കൊണ്ടുവരുന്നത് മാത്രമാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളുമായിട്ട് ഇനി മുതൽ എല്ലാ ദിവസവും തിങ്കളാഴ്ച രാത്രി മുതൽ നമ്മൾ ആരംഭിക്കാൻ പോവാണ്. പിറ്റേ ദിവസത്തെ എക്സാമിൻ്റെ ലൈവുകൾ രാത്രി 7:30 ഉണ്ടാവുക. നിങ്ങൾ ഇവിടെ വരിക, ലൈവ് കാണുക, അതേ ചോദ്യങ്ങളെ വരുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടോ, സാർ വെറുതെ പറ്റിക്കുന്നില്ലേ? അങ്ങനെയാണ് എന്ത് ചെയ്തോ, നിങ്ങൾ ആദ്യത്തെ എക്സാം ഇംഗ്ലീഷ് അല്ലേ, ആ ഇംഗ്ലീഷ് ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ജസ്റ്റ് ഇംഗ്ലീഷ് എക്സാമിൻ്റെ ലൈവ് കാണുക. എന്നിട്ട് പിറ്റേ ദിവസം ആ ചോദ്യങ്ങൾ വന്നിട്ടില്ല, പിന്നെ നിങ്ങൾ ഈ പരിസരത്ത് വരണ്ട, ഓണപ്പരീക്ഷയ്ക്കും വരണ്ട, പിന്നെയും വരണ്ട. അപ്പം എന്താണ്, ഉറപ്പായിട്ടും നിങ്ങൾ ഉണ്ടാവണം. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അവരെയും കൂട്ടി വരിക. ഒരൊറ്റ റിക്വസ്റ്റ് മറക്കരുത്, ബിറ്റ് വെക്കാൻ ഇത് ഉപയോഗിക്കരുത്, അത്രമാത്രം. സോ വേഗം തന്നെ എന്ത് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും രാത്രി 7:30 നിങ്ങൾ ഈ ചാനലിൽ കാണാം.